ഹലോ എല്ലാവർക്കും സുഗമോദേവി പഞ്ചാഗ്നി പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു രണ്ട് പരമ്പരകളും അടുത്തൊരാഴ്ചയോ കൂടിയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ഫെബ്രുവരി 3-ാം തീയതി മുതൽ രണ്ട് പുതിയ പരമ്പരകളായിരിക്കും നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിൽ. ഒന്ന് വീട്ടിലെ വിളക്കും ഒന്ന് മഹാലക്ഷ്മിയും. അതേ കൂട്ടുകാർ നമ്മുടെ സുഗമോദേവിയും നമ്മുടെ പഞ്ചാഗ്നിയും ഒരുമിച്ച് ഒരു ക്ലൈമാക്സിൽ അവസാനിപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ അണിയറ പ്രവർത്തകരുടെ ആ ഒരു എന്താ പറയാ തീരുമാനം. അതേ കൂട്ടുകാർ സംഗമം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് പരമ്പരകളുടെയും. അതേപോലെ ആ ഒരു അവസാന 2 ദിവസവും മഹാസംഗമം വെച്ചിട്ട് ഈ രണ്ട് പരമ്പരകളും ഒരുമിച്ച് ക്ലൈമാക്സിലേക്ക് ചുരുക്കാൻ തന്നെയാണ് ട്ടോ നമ്മുടെ അണിയർ പ്രവർത്തകർ ശ്രമിക്കുന്നത്. അപ്പൊ എന്തായാലും സുഗമോദേവി ഓക്കെ എന്താ പറയാ ഇത്രയും നാളായി കഥ ഇത്രയുമായി സുഗമോദേവിക്ക് ഒരു നല്ല ഒരു ഹാപ്പി എൻഡിങ് തന്നെയായിരിക്കുമെന്ന് നമുക്ക് ആ ഒരു പ്രൊമോയിലൂടെ ഇപ്പൊ പുറത്തു വന്ന ഒരു പ്രൊമോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ രജനി ഗിരീഷ് വിവാഹം, നമ്മുടെ ദേവിയെ നമ്മുടെ പ്രഭാവതി സ്നേഹിച്ചു തുടങ്ങുന്നു. അങ്ങനത്തെ നല്ല നല്ല നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ സുഗമോദേവി പുത്തൻ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചു കേട്ടോ. അപ്പുറത്താണെങ്കിലും നമ്മുടെ പഞ്ചാഗ്നിയിൽ ആ ഒരു വിവാഹങ്ങളൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും കലാവധി അതിങ്ങനെ മുടക്കാനുള്ള ശ്രമത്തിലുമാണ്. അപ്പൊ നമ്മുടെ രണ്ട് പരമ്പരയിലും മെയിൻ വില്ലത്തി നമ്മുടെ കലാവധി തന്നെയാണല്ലോ. മീരയുടെ ആ ഒരു കൊലപാതകത്തിന് പിന്നിലും ശരിക്കും നമ്മുടെ കലാവധിയുടെ കൈകൾ ഉണ്ടെന്ന് തന്നെ പറയാം. കലാവധിയാണല്ലോ ഈ തട്ടിക്കൊണ്ടു പോകാനൊക്കെ ആ ഒരു പ്ലാനിൽ മുന്നിൽ നിന്നയിച്ചത് അല്ലെ. അപ്പൊ നമ്മുടെ വസുന്ധര മാഡം ആണെങ്കിൽ അതങ്ങനെ ആ ഒരു കേസിന്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ കലാവധി ഇവിടെ പിടിയിലാകും. അപ്പുറത്താണെങ്കിൽ ആ ഒരു സ്വർണ്ണ തിരിമറി കേസിൽ അപ്പുറത്ത് നമ്മുടെ പഞ്ചാഗ്നിയിലും കലാവധി പിടിയിലാകും അല്ലെ. അപ്പൊ രണ്ട് പരമ്പരയിലും മെയിൻ ആയിട്ട് പിടിയിലാകേണ്ടത് നമ്മുടെ കലാവധി തന്നെയാണ്. അപ്പൊ ഒരുമിച്ച് ഇത് അവസാനിപ്പിക്കുക കേട്ടോ. നമ്മുടെ രണ്ട് സീരിയലിലും ആ ഒരു കരടായ നമ്മുടെ കലാവധിയെ പോലീസ് സ്റ്റേഷനിൽ എന്താ പറയാ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്ന കാഴ്ച കേട്ടോ. പിന്നെ നമ്മുടെ പഞ്ചാഗ്നി എൻഡിങ്ങിൽ ഈ ഒരു മൂന്ന് പേരുടെയും വിവാഹം തന്നെയായിരിക്കും. നമ്മുടെ അനഘ, അഖില, അമൃത ഇവരുടെ മൂന്ന് പേരുടെ വിവാഹത്തോടു കൂടി തന്നെയായിരിക്കും അതും അവസാനിക്കുന്നത്. ആ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ ചന്ദ്രോത്ത് എല്ലാവരും തന്നെ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനത്തെ ആ ഒരു തീരുമാനങ്ങൾ തന്നെയാട്ടോ നമ്മുടെ ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയായി തീരും ഇതിന്റെ ആ ഒരു എൻഡിങ് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.